നല്ല പഴുത്ത വരിക്കച്ചക്ക. ഇവിടെ പ്ലാവില്ലെങ്കിൽ ചക്ക ഇടയ്ക്കിടയ്ക്ക് കിട്ടും. ഈ ചക്ക എന്ന് പറയുന്നതേ ഒരു സംഭവം തന്നെ കേട്ടോ. വേറെ ഏത് ഫ്രൂട്ടിന് കിട്ടാത്ത ടേസ്റ്റ് വഹിക്കും. ഒച്ചൽപ്പം കൊണ്ട് തന്ന പണ്ട് എൻ്റെ അമ്മാമ്മയുള്ള സമയത്തുണ്ടല്ലോ, എൻ്റെ വാപ്പയുടെ പെങ്ങളെ വീടിൻ്റെ അടുത്തെന്നല്ല, എൻ്റെ വീടും അവരുടെ വീടും തൊട്ടടുത്തായിട്ടാട്ടോ. അപ്പോൾ അവിടെ ഉണ്ട് ഒരു പ്ലാവ്. എന്നിട്ട് വാപ്പൻ്റെ അമ്മ ചക്ക കൊഴുത് ആരെങ്കിലും വെച്ചിട്ട് കയറ്റിപ്പിക്കും. എന്നിട്ട് കയറ് കെട്ടിയിട്ട് താഴെ ഇറക്കും. എന്നിട്ട് അത് പഴുപ്പിക്കാൻ വെക്കും. എന്നിട്ട് മുപ്പത്തിയാ ഫുള്ള് കാര്യങ്ങളും ഡീൽ ചെയ്യൽ. അങ്ങനെ ഇത് മുറിക്കുന്ന ദിവസം ഞങ്ങളുടെ ആ ചുറ്റുവട്ടത്തിലുള്ളവരൊക്കെ ഞങ്ങളുടെ കുടുംബം തന്നെയാണ് കേട്ടോ. ഫുള്ള് എല്ലാവരെയും ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയിട്ട് അവിടുന്ന് കട്ട് ചെയ്ത് എല്ലാവരും കൂടി കഴിക്കും. ഭയങ്കര ഒരു ഇതായിരുന്നു. ഇപ്പം അങ്ങനത്തെ ഒരു കൂട്ടുകുടുംബവും ഇല്ല, അങ്ങനത്തെ ഒരു ചക്ക പഴുപ്പിക്കലും ഇല്ല. പ്ലാവന്നെ ഉണ്ടോ എന്നുള്ളത് ഡൗട്ടാണ്. അത് കായൊന്നുമില്ല കേട്ടോ. അതേപോലെ വാപ്പൻ്റെ പെങ്ങള് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു 16 വർഷമായി. ഒരു 20 വർഷങ്ങൾക്ക് മുമ്പ് ഇത് പറയാം, ഓല മേഞ്ഞ വീട്ടിലായി നിൽക്കൽ. അപ്പം ഈ ഓല മേഞ്ഞ വീട്ടിൽ നമ്മൾ വർഷത്തിൽ ഓല മേയല്ലോ, പഴയ ഓല ഒഴിവാക്കിയിട്ട്. ആ സമയത്ത് ചക്ക പുഴുങ്ങയും തേങ്ങയൊക്കെ ഇട്ടിട്ട് ഒക്കെ എൻ്റെ വല്യമ്മയുടെ മുമ്പിൽ എത്ര ആൾക്കാരുണ്ടെങ്കിലും ഞാൻ മുപ്പത്തിക്ക് ഒരു കണ്ണിലൊന്നിയായിരുന്നു. എന്നിട്ട് ചക്ക തേങ്ങരച്ച് പുഴുങ്ങി നാടൻ കോഴി കറിയൊക്കെ ആയിട്ട് ഉണ്ടാക്കലുണ്ടായി അന്ന്. ഇപ്പോൾ ഓലട്ടപ്പരയില്ല, ഓട്ടപ്പരുണ്ട് കേട്ടോ. എൻ്റെ അവിടെയൊക്കെ എപ്പോഴും ഓട്ടപ്പര. അടിപൊളി മധുരമുള്ള ചക്കയാണ്. അരുണിൻ്റെ അമ്മക്കും അച്ഛനും അറിയാം എനിക്ക് ചക്ക എന്ന് വെച്ചാൽ പ്രാന്താണ്. എവിടെ കിട്ടിയാലും കൊണ്ടുത്തരും. അപ്പം അച്ഛൻ കൊണ്ടുപോകുന്നതാ. ഇത് ഇപ്പം തന്നെ തിന്ന് തീർത്തിട്ടില്ലേ ഒരു സമാധാനവും കിട്ടൂല എനിക്ക്. അതുകൊണ്ട് കൂട്ടിന് തിന്ന് തീർക്കാം. ഒക്കെ വേണോ? Okay. Ta-da.